സിനിമയിലെ ലൈംഗിക ചൂഷണം കേട്ടിട്ട് പോലുമില്ലാത്ത ആ നടി മഞ്ജു വാര്യരോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചർച്ചയായത് ഒരു മൊഴിയാണ്. വ്യക്തിപരമായി ആരെയും കുറ്റപ്പെടുത്താത്ത മൊഴി നൽകിയത് മഞ്ജു വാര്യർ എന്ന സൂചനകൾ ഹേമ കമ്മിറ്റിയിലെ പരാമർശങ്ങളിൽ ഒളിച്ചിരിപ്പുണ്ട്. അതിനിടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാതിരിക്കാൻ WCCയിലെ സ്ഥാപക അംഗം തന്നെ സമ്മർദ്ദം ചെലുത്തിയെന്ന് മുൻമന്ത്രി AK ബാലനും പറഞ്ഞുവച്ചു. ഇതോടെ ആ WCCയിലെ സ്ഥാപക അംഗം വിവാദങ്ങളിൽ കുടുങ്ങുകയാണ്. ആരുടെയും സ്വകാര്യത ഹനിക്കുന്ന വ്യക്തിവിവരങ്ങൾ പുറത്തുവിടരുതെന്ന് വിവരാവകാശ കമ്മീഷൻ ഉത്തരവ്. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചാൽ WCCയുടെ സ്ഥാപക അംഗം നൽകിയ മൊഴിയിൽ അത്തരത്തിലൊന്നുമില്ലെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് ആ മൊഴി പുറത്തുവിടണമെന്നും അത് ആരാണെന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാകേണ്ടതുണ്ടെന്നുമാണ് ചർച്ചയിൽ പറയുന്നത്. ഇതിനിടയിലാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാതിരിക്കാൻ സമ്മർദ്ദം ചെലുത്തിയവരിൽ WCCയുടെ സ്ഥാപന അംഗവുമുണ്ടെന്ന് മന്ത്രി ബാലൻ പറഞ്ഞുവച്ചത്. ഈ റിപ്പോർട്ട് പുറത്തു കൊടുക്കുന്നതിന് പ്രശ്നമില്ല എന്നൊരു നിലപാട് വിവരാവകാശ കമ്മീഷൻ എടുത്തു. ഇതിന്റെ ഭാഗമായി റിപ്പോർട്ട് സർക്കാർ എടുക്കാൻ തയ്യാറായ ഘട്ടത്തിലാണ് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ വരുന്നത്. ആ പെറ്റീഷന്റെ തുടർച്ച എന്ന നിലയിൽ തന്നെ WCCയുടെ ഒരു സ്ഥാപക അംഗം ഇത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന ഒരു ഇടപെടൽ നടത്തി. ഹേമ കമ്മിറ്റി തെളിവെടുപ്പ് നടത്തുമ്പോൾ മൊഴി കൊടുത്ത ആൾക്കാർക്ക് എന്താണോ ഉറപ്പ് നൽകിയത് അതിന്റെ ഭാഗമായി സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ ഉത്തരവിട്ടു. അങ്ങനെയാണ് ഇതിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ഒരു ഘട്ടം. ഇതായിരുന്നു ബാലന്റെ പരാമർശം. എല്ലാം സുതാര്യമാണെന്ന് പറയുന്ന ബാലനും ആ WCCയുടെ ഒരു സ്ഥാപക അംഗത്തിന്റെ പേര് പറയാൻ തയ്യാറായില്ല. സിനിമയിലെ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ WCC അംഗങ്ങളെ വിലക്കുന്ന സാഹചര്യമുണ്ടായെന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വിശദീകരിക്കുന്നുണ്ട്. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയ്ക്കും സിനിമയിൽ ചൂഷണങ്ങൾക്കും എതിരെ സംസാരിച്ചതിന് അവരെ വാസ്തവത്തിൽ സിനിമയ്ക്ക് പുറത്തു നിർത്തുകയായിരുന്നു. WCC അംഗങ്ങളെ സിനിമയിൽ അഭിനയിക്കാൻ അനുവദിക്കില്ലെന്ന് ഒട്ടേറെ പുരുഷന്മാർ പരസ്യമായി പറഞ്ഞതായി അംഗങ്ങൾ പറയുന്നു. WCCയുടെ സ്ഥാപക അംഗമായിരുന്ന ഒരു നടിക്ക് മാത്രമാണ് അവസരങ്ങൾ ലഭിച്ചത്. സിനിമയിൽ സ്ത്രീകൾക്ക് ഒരു പ്രശ്നവും നേരിടുന്നില്ലെന്ന നിലപാടാണ് ഇവർ കമ്മീഷന് മുന്നിൽ ആവർത്തിച്ചത്. റിപ്പോർട്ട് പറയുന്നു, സിനിമയിൽ ഒരു സ്ത്രീയും ലൈംഗിക ചൂഷണത്തിന് വിധേയരായെന്ന് കേട്ടിട്ട് പോലുമില്ലെന്നും ഇവർ പറഞ്ഞു. എന്നാൽ ഇത് വാസ്തവ വിരുദ്ധമാണ്. മനഃപൂർവ്വം ഈ നടി പുരുഷന്മാർക്കെതിരെ സംസാരിക്കാതിരിക്കുന്നു എന്നോ അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് പുറത്താകരുതെന്നുള്ള സ്വാർത്ഥ താല്പര്യമെന്നോ വേണം ഈ മൊഴികളെ വിലയിരുത്തേണ്ടതെന്നും കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഇവരുടെ മൊഴികൾക്ക് വില കൽപ്പിക്കേണ്ടതില്ലെന്നും റിപ്പോർട്ടിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. മഞ്ജു വാര്യർ WCCയിലെ സ്ഥാപക അംഗമാണ്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ചതിനു ശേഷം പ്രശ്നങ്ങൾ ചർച്ചയാക്കിയതും ഗൂഢാലോചന തിയറി ഉയർത്തിയതും മഞ്ജുവാണ്. പിന്നീട് WCCയിൽ നിന്നും മഞ്ജു പിന്നോട്ടു പോയി. നിരവധി സിനിമകളിൽ ഭാഗവുമായി. ഈ സാഹചര്യത്തിലാണ് ഹേമ കമ്മിറ്റിയിലെ പരാമർശങ്ങൾ മഞ്ജുവിന്റെ നേരെ തിരിയുന്നത്. വ്യക്തിപരമായി ആരെയും കുറ്റപ്പെടുത്താതെ എല്ലാം നല്ല രീതിയിലാണെന്ന് പറയുന്ന ആ മൊഴി പുറത്തു വന്നാൽ എല്ലാത്തിനും വ്യക്തത വരും. ഇതിനൊപ്പം സർക്കാരിനെ സ്വാധീനിക്കാൻ ശ്രമിച്ച ആ നടിയുടെ പേര് പുറത്തു പറയേണ്ട ധാർമ്മികത AK ബാലനും കാട്ടേണ്ടതുണ്ട്.